ഹലോ ഫ്രണ്ട്സ്, MT വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു ടെസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന എൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട വീഡിയോയിൽ ഒന്നാണ് ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ശരീരഭാഷ നോക്കിയിട്ട് ആളുകളെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ ആളുകളുടെ ശരീരചലനം, അംഗചലനം നോക്കിയിട്ടാണ് നമ്മൾ ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇനി അതേപോലെ ശാസ്ത്രീയമായിട്ട് വളരെ പഴക്കം ചെന്ന ഒരു തത്വമാണ് ആളുകളുടെ ബോഡി ഷേപ്പ് നോക്കിയിട്ട്, ആളുകളുടെ ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ആ അംഗത്തിൻ്റെ പ്രത്യേകിച്ച് വിരലുകൾ, കാൽവിരലുകൾ, കാൽപ്പത്തികൾ, ഇത്തരം സാധനങ്ങളുടെ ഷേപ്പ് നോക്കിയിട്ട് ആളുകളുടെ സ്വഭാവം പറയാൻ പറ്റും എന്നുള്ളതാണ്. ഇതൊക്കെ സാധാരണ രീതിയിൽ ശാസ്ത്രമല്ല, പകരം ഒരു സർവേ ടൈപ്പ് ഇവാലുവേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ 1000 പേരിൽ പരീക്ഷണം നടത്തും. ആ 1000 പേരിൽ പരീക്ഷണം നടത്തിയിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ശരീരപ്രകൃതമുള്ള ആളുകളുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഞാനും കുറേ കാലമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിൽ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവാറുണ്ട്. ഒരു സാധാരണ പറയുന്ന പോലെ 80-90% വരെ കൃത്യമായിട്ട് വരുന്ന ഒരു അനാലിസിസാണ്. അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാൽപാദം നോക്കിയിട്ടാണ്. കാൽപാദം ഈ ഷൂട്ട് ആളുകൾ നമുക്ക് കാണാൻ കഴിയില്ല. ചെരുപ്പ് ധരിച്ച ആളുകളുടെ പാദം നോക്കിയിട്ട് അതിൻ്റെ വിരലിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് എങ്ങനെയാണ് ആ വിരലിൻ്റെ ഒരു ഓർഡർ ഉള്ളത് എന്ന് നോക്കിയിട്ട് ആളുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റും. വിലയിരുത്താൻ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റും, അവരുടെ ക്യാരക്ടർ, അവരുടെ മെൻ്റൽ സ്ട്രെങ്ത്ത്, അവരുടെ ഒരു നേച്ചർ, ഈ സാധനങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു ഇവാലുവേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ, ഒരു പുതിയ സുഹൃത്തിനെ കിട്ടുകയാണെങ്കിൽ ആ സുഹൃത്തിൻ്റെ കാൽപാദത്തിലേക്കൊന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് നമുക്ക് ഇന്ന ടൈപ്പ് ആളുകളാണെന്ന് മനസ്സിലാവും. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന, പെണ്ണ് കാണാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഭർത്താവിന് ഭാര്യയെ, പുരുഷന് സ്ത്രീയുടെ കാലം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ക്യാരക്ടറുള്ള ആളെന്ന് മനസ്സിലാവും. സ്ത്രീക്ക് പുരുഷൻ്റെ കാലം നോക്കിക്കഴിഞ്ഞാൽ ഏത് ക്യാരക്ടറുള്ള ആളെന്ന് മനസ്സിലാകും. അങ്ങനെ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് കാൽപാദം നോക്കിയിട്ട് ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കുന്നത്. ആ കാര്യമാണെന്ന് വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തത് നമ്മൾ പറയുന്നത് ഈജിപ്ഷ്യൻ ടോ എന്നറിയപ്പെടുന്നതാണ്. നിങ്ങൾ ഇത് ചിത്രത്തിൽ കാണുന്നത് പോലെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെയുള്ള എല്ലാ വിരലുകളും അതിൻ്റെ ഓർഡറിൽ ഇങ്ങനെ വലുപ്പം കുറഞ്ഞു വരുന്ന ഒരു ഓർഡറാണ്. ലോകത്ത് കൂടുതൽ ആളുകൾക്ക് കാണപ്പെടുന്ന ഒരു തരം വിരലുകളാണിത്. ഇതിനെ നമ്മൾ അറിയപ്പെടുക ഈജിപ്ഷ്യൻ ടോ എന്നാണ്. ഇങ്ങനെയുള്ള വിരലുള്ള ആളുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സൗന്ദര്യബോധം ഉണ്ടാകും. സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ശ്രമം നടത്തും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തത്തെക്കുറിച്ച് നല്ല ധാരണയാണ്. ഞാൻ കൊള്ളാവുന്ന ആളാണ്, എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്നെക്കുറിച്ച് ആളുകൾക്ക് നല്ല മതിപ്പുണ്ട്, അത്തരം ചിന്തകളുണ്ടാകും. അതുപോലെ സൗഹൃദങ്ങളോടും ചെറിയ കുട്ടികളോടും വൈഫിനോട്, സ്ത്രീകളോടൊക്കെ നല്ല ലാളന കാണിക്കുന്ന ആളായിരിക്കുമെന്നാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പറയാം. അതുപോലെ അത്തരം ആളുകൾ നല്ല സൗഹൃദങ്ങൾ, മാക്സിമം ആളുകളുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാക്കുന്ന, പുതിയ ഒരാളെ കണ്ടാൽ ഉടനെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ആളുകളായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു കഴിവായിട്ട് നമുക്ക് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഭയങ്കര ക്രൈസിസ് ഉണ്ടാകുന്ന സമയത്ത് അതിനെ വളരെ മനോഹരമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. അവർക്ക് ആ സാഹചര്യത്തെ പൊരുത്തപ്പെട്ട് ആ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർക്ക് ജീവിതം ക്രമപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരം ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതുപോലെ അവർക്ക് 1-2 പ്രത്യേകതകളെന്ന് പറയുന്നത് അവർക്ക് യാത്ര ഭയങ്കര ഇഷ്ടമായിരിക്കും. യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നതിൽ കൂടുതൽ താല്പര്യമായിരിക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് രഹസ്യമായ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവ്, അത് ചില ആളുകൾക്ക് ഇല്ലാത്തതാണ്. ഒരു പ്രത്യേക കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞേൽപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റേഴ്സ് തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ആരോടും പറയരുതെന്നുകൊണ്ട് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിക്ക് പകരം രഹസ്യമായൊരു കാര്യം മറ്റാരോടും പറയാതെ സൂക്ഷിക്കാനുള്ള കഴിവും ഇത്തരം ആളുകൾക്കുണ്ടാകും. അതാണ് ഒന്നാമത്തെ ടൈപ്പ്, ഈജിപ്ഷ്യൻ ടോ. രണ്ടാമത്തത് അപൂർവമായിട്ട് കാണുന്ന ടൈപ്പാണ് റോമൻ ടോ എന്നാണ്. ചിത്രത്തിൽ കാണുന്ന പോലെ തള്ളവിരലും അതിന് തൊട്ടടുത്തുള്ള വിരലും മൂന്നാമത്തെ വിരലും ഏതാണ്ട് ഒരേ ഹൈറ്റിൽ വരികയും പിന്നെ 2 താഴത്തേക്ക് വരികയും ചെയ്യുന്ന ആ ടൈപ്പ് വിരലുകൾക്കാണ് നമ്മൾ റോമൻ ടോ എന്നറിയപ്പെടുന്നത്. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ബോഡി ഷേപ്പ് മൊത്തത്തിൽ മീൻസ് ആകാര വടിവിൽ നല്ല ബാലൻസ്ഡ് ബോഡി ഷേപ്പ് ആയിരിക്കാം. ഒരു നല്ല ഫിസിക് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടാൽ ഭംഗി തോന്നുന്ന, എല്ലാവരും നല്ല പ്രൊപ്പോർഷനുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ തല, ചെറിയ ഉടൽ, അല്ലെങ്കിൽ ചെറിയ കൈ, വലിയ കാല്, അങ്ങനെയൊന്നും തോന്നിക്കാത്ത രീതിയിൽ നല്ല ബാലൻസ്ഡ് ഷേപ്പ് ആയിരിക്കും. അതുപോലെ ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആളുകൾക്ക് താല്പര്യമുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അവരുടെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ അവർക്ക് ഈ അഡ്വഞ്ചർ, ഭയങ്കര സാഹസികമായ കാര്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. സാഹസികമായിട്ട് ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുക, അത് ചെയ്ത് വിജയിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള ആളുകളായിരിക്കും. സാഹസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട വേറെ കാര്യം എന്ന് പറയുന്നത് ഈ പുതിയ ഫാഷനുകൾ, പുതിയ ട്രെൻഡുകൾ, പുതിയ കൾച്ചറുകൾ, ഇത് മറ്റാരെങ്കിലും കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം ഏറ്റെടുക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മുടെ യുവാക്കൾക്കൊക്കെ കാണാം, ഈ ഫ്രീക്ക് എന്ന് പറയുന്നപ്പെടുന്ന ആളുകൾക്ക് അവരുടെ ഒരു പുതിയ സ്റ്റൈൽ, ഒരു സിനിമയിൽ ഒരു പ്രത്യേക മുടിയുടെ വേഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ്സിനൊരു സ്റ്റൈൽ വന്നു കഴിഞ്ഞാൽ അത് ആദ്യം സ്വാംശീകരിച്ച് ആളുകൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇത്തരം റോമൻ ടോ ഉള്ള ആളുകളായിരിക്കും. ഇവരുടെ ഒരു ജീവിതത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള വഴി എന്ന് പറയുന്നത് ഈ റോമൻ ടോ ഉള്ള ആളുകൾക്ക് ബിസിനസ്മാൻഷിപ്പ് വളരെ കൂടുതലായിരിക്കും. അവർ ഏത് ഫീൽഡിലാണെങ്കിലും അവിടെയൊക്കെ ഒരു ബിസിനസ് കാണാൻ ശ്രമിക്കും. അതുകൊണ്ട് അവർ നേരിട്ട് ബിസിനസ്സിലാണ് പോകുന്നതെങ്കിൽ ആ
ബിസിനസ് വൻ വിജയമായിരിക്കും. അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യും. ഫ്രണ്ട്സിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും എന്ത് ത്യജിക്കാനും അവർ തയ്യാറാവുന്നതാണ്. ഇനി ഇതേ കാലം ഈ റോമൻ ടോ ഉള്ള സ്ത്രീകളാണെങ്കിൽ, നേരത്തെ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ബാധകമാണ്, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ പബ്ലിക് സ്പീക്കിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ അതിന് ഷൈ കാണിക്കാത്ത, മൊത്തത്തിൽ എല്ലാ കാര്യത്തിനും ഷൈ ആണെങ്കിൽ പോലും ഒരു പൊതുവേദിയിൽ സംസാരിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഇപ്പോൾ ഒരു പുതിയ പെട്ടെന്ന് വനിതാ സംവരണം കൊണ്ട് ഒരു വാർഡ് മെമ്പറെയൊക്കെ സെലക്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർക്ക് സുഖമാണ്. ഈ ടോ നോക്കിക്കഴിഞ്ഞാൽ, കാൽപാദം നോക്കിക്കഴിഞ്ഞാൽ അവരൊരു വേദിയിൽ സംസാരിക്കാൻ പറ്റുന്ന ആളാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഗ്രീക്ക് ടോ ആണ്. ഗ്രീക്ക് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളവിരലിനേക്കാൾ നീളം കൂടുതലായിരിക്കും തൊട്ടടുത്തുള്ള വിരൽ, അതിനേക്കാൾ നീളം കുറവായിരിക്കും പിന്നെ ബാക്കിയുള്ള താഴേക്ക് വരുന്നത്. ഈ ഒരു ഷേപ്പിലാണ് വരുന്നതെങ്കിൽ അതിന് ഗ്രീക്ക് ടോ എന്ന് പറയാം. ലോക തലത്തിൽ 22% ആളുകൾക്ക് ഈ ഗ്രീക്ക് ടോ ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ 9 തരം ടോസാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഒന്നിലധികം ടൈപ്പ് നമുക്ക് ചിലപ്പോൾ ചില ആളുകളിൽ പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ അതിന് മൾട്ടിപ്പിൾ ക്വാളിറ്റി ആൾ കാണിക്കുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗ്രീക്ക് ടോ ഉള്ള ആളുകളുടെ പ്രത്യേകിച്ച് അവർക്ക് സ്പോർട്സ്മാൻഷിപ്പ് കൂടുതലായിരിക്കും, സ്പോർട്ടി ആയിരിക്കും, ലൈഫ് തന്നെ സ്പോർട്ടി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്പോർട്സിൽ നന്നായിട്ട് ഇടപെടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കായിക അധ്വാനം, കായിക ശേഷി കാണിക്കുക, ജിമ്മിന് പോവുക, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. ഹൈലി ക്രിയേറ്റീവ് ആയിരിക്കും. പുതുമയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാക്കാനും അത് കണ്ടുപിടിക്കാനും അതുമായിട്ട് പൊരുത്തപ്പെടാനും പെട്ടെന്ന് കഴിയും. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കൂട്ടത്തിൽ ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇത്തരം ടോ ഉള്ള, മീൻസ് രണ്ടാമത്തെ വിരൽ ഹൈറ്റ് കൂടിയ ടൈപ്പ് ആളുകളാണെങ്കിൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അവരെ അതിനുവേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യും. അവരെപ്പോഴും അവർ എനർജറ്റിക് ആയിരിക്കും. നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള എനർജി സ്പ്രെഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ ടൈപ്പ് ടോ, ഗ്രീക്ക് ടോ ഉള്ള ആളുകൾക്ക് ഒരു എനർജി സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ ആരുടെ കൂടെ പെടുകയാണെങ്കിലും തമാശ ഇഷ്ടപ്പെടുന്ന ഒരു ഫണ്ണി ആയിരിക്കും അവരെപ്പോഴും. ആളുകൾക്ക് തമാശ ഇഷ്ടപ്പെടുന്ന, അതുകൊണ്ടാണ് ആളുകൾ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. നല്ല അത്ലറ്റിക് ആയിരിക്കും, ആർട്ടിസ്റ്റിക് ആയിരിക്കും, നല്ല കലാവാസനകൾ, ഏതെങ്കിലും തരത്തിൽ കലാവാസനയുള്ള അത്ലറ്റിക്കും കൂടെ ആയിട്ടുള്ള ഒരു വെറൈറ്റി ടീമാണ് 22% ലോകത്തുള്ളത്. ഇത്തരം ആളുകളാണെന്ന് പറയുന്ന ഗ്രീക്ക് ടോ ഉള്ള ആളുകൾ. അടുത്ത നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പെസന്റ് ടോ എന്നാണ് അറിയപ്പെടുക. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഏതാണ്ട് എല്ലാ വിരലിനും ഏതാണ്ട് തുല്യമെന്ന് തോന്നുന്ന ഒരു സ്ക്വയർ ടൈപ്പിലാണ് വരിക. ചെറുവിരൽ മാത്രം ഇത്തിരി താന്നിട്ടുണ്ടാകും. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തെ വിരലും ഏതാണ്ട് ഒരേ ഷേപ്പിൽ വരുന്ന സ്ക്വയർ ടൈപ്പ്, അതിനാണ് നമ്മൾ പെസന്റ് ടോ എന്ന് പറയാം. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വെച്ചാൽ ഭയങ്കര ക്ഷമാശീലരായിരിക്കും. അവർക്ക് എത്ര വലിയ സീരിയസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അത് ക്ഷമിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ്. അതേസമയത്ത് നല്ല തോട്ട്ഫുൾ ആയിരിക്കും, ചിന്താശേഷിയുള്ള ചിന്തകരാണ് അവരെന്ന് പറഞ്ഞാൽ തെറ്റില്ല, നല്ല ചിന്തകരായിരിക്കും. പക്ഷേ അവരുടെ ഒരു നെഗറ്റീവ് പോസിറ്റീവായിട്ട് നമുക്ക് പറയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ വളരെ ഡിലേ ആവും. എന്തെങ്കിലും ഒരു പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപാട് ആലോചിച്ചിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു ദിവസമോ കഴിഞ്ഞിട്ട് അവർ ആൻസർ പറയും. പക്ഷേ അവരുടെ തീരുമാനം കറക്റ്റ് ആയിരിക്കും. സോ തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയുണ്ട്, പക്ഷേ എടുത്ത തീരുമാനം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇത്തരം ടോസ് ഉള്ള ആളുകളുടെ പ്രത്യേകത. അതുപോലെ അവർ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഒരു ടീമിലാണ് ഉള്ളത് എങ്കിൽ അവിടെ ഒരു പ്രശ്ന പരിഹാരം കണ്ടെത്താൻ, തീരുമാനമെടുക്കുക മാത്രമല്ല, ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന് നല്ല ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ഈ മീറ്റിങ്ങുകളിലൊക്കെ നമുക്കറിയാം, ചെറിയ യോഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചില ആളുകൾ ഈ ഉട്ടോപ്യൻ തിയറികൾ ഇങ്ങനെ വിളിച്ചു വിടുന്നതാണ്. നമുക്ക് ആ പരിപാടി വിജയിപ്പിക്കണം, അതിന് 10,000 ആളുകളെ പങ്കെടുപ്പിക്കണം, 1,00,000 രൂപ സംഘടിപ്പിക്കണം, അങ്ങനെ വലിയ നടക്കാത്ത കുറേ സ്വപ്നങ്ങൾ പറയും. ആ മീറ്റിംഗ് കഴിഞ്ഞ് ചായ കുടിച്ച് പിരിഞ്ഞു പോകും, പരിപാടി നടക്കാറില്ല. പക്ഷേ ഇത്തരം ആളുകൾ, ഈ പറഞ്ഞ പെസന്റ് ടോ ഉള്ള ആളുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായോഗികമായ തീരുമാനങ്ങൾ മാത്രമേ പറയൂ, അത് നടപ്പിൽ വരുത്താനുള്ള ശ്രമവും നടത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് യോഗങ്ങളിലൊക്കെ ഇത്തരം ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവരെ നോട്ട് ചെയ്യാവുന്നതാണ്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടീമാണ് ഈ പെസന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടാൻ പറ്റും, അവരെ വിശ്വസിക്കാം, അവരെ ഡിപ്പെൻഡ് ചെയ്യാം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ നമ്മെ ചതിക്കാൻ സാധ്യതയില്ലാത്ത ഡിപ്പെൻഡബിൾ പേഴ്സൺസ് ആണ് ഈ പെസന്റ് ടോ ഉള്ള ആളുകൾ. അതുപോലെ അവർ അനാവശ്യമായി ഇമോഷൻ ആവില്ല. അനാവശ്യമായി ഇമോഷണൽ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പെട്ടെന്ന് ടെൻഷൻ ആവുക, അത്തരം ഇമോഷണൽ ഫീലിങ്സ് ഒന്നും അധികം കാണിക്കാത്ത ആളുകളാണ്. ചിന്താശക്തിയുള്ള ചിന്തകരാന്ന് പറഞ്ഞു. അതുപോലെ അവർ ഒരു ഡേ ഡ്രീമേഴ്സ് ആണ്, പകൽ സ്വപ്നം കാണുന്ന ആളുകളായിരിക്കും. എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന ആ ടൈപ്പ് ആളുകളായിരിക്കും പെസന്റ് ടോ ഉള്ള ആളുകൾ. അഞ്ചാമത്തത് നമ്മൾ ചെറുവിരൽ മാത്രം നോക്കിയാൽ അറിയുന്നത് വളരെ ചെറിയ, ഏറ്റവും കുഞ്ഞത്, ഇങ്ങനെ അനക്കാൻ പറ്റാത്ത അത്രയും ചെറിയ ചെറുവിരലുള്ള ആളുകളാണ്. അവരുടെ പ്രത്യേകിച്ച് അവർ ഭയങ്കര ഷൈ ആയിരിക്കും, നാണം കുണികളായിരിക്കും. അതുപോലെ അവർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കില്ല, അവരെല്ലാവരോടും തുറന്ന് സംസാരിക്കില്ല, എപ്പോഴും ഒരു സീക്രസി കീപ്പ് ചെയ്യുന്ന, ഉള്ളിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആ ടൈപ്പ് ആളുകളായിരിക്കും. അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സ്വന്തം തീരുമാനമല്ലാതെ മറ്റൊരാളോട് ചർച്ച ചെയ്ത് ആലോചിച്ച് മറ്റൊരാളുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ട് അതുകൂടെ കേട്ടിട്ട് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള ഒരു പൊതു രീതിക്ക് പകരം സ്വന്തമായിട്ട്
സ്വന്തമായിട്ട് ആലോചിച്ച് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ള ടൈപ്പാണ് ഈ പറഞ്ഞ 5ാമത്തെ ടൈപ്പ്. ഏറ്റവും ചെറിയ വളരെ കുഞ്ഞ് ചെറുവിരലുള്ള ആളുകൾ. 6ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ടൈപ്പാണ്. നല്ല ഗ്യാപ്പുള്ള 5 വിരലുകൾക്കും ഗ്യാപ്പ് ഫീൽ ചെയ്യും. എപ്പോഴും കാലിങ്ങനെ ഭൂമിയിൽ അമർത്തി വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിരലുകൾക്കിടയിലും ഗ്യാപ്പ് കാണിക്കും. അറ്റ്ലീസ്റ്റ് 4 വിരലുകൾക്കിടയിലെങ്കിലും നല്ല ഗ്യാപ്പ് കാണിക്കുന്ന ഗ്യാപ്പുള്ള ടൈപ്പ് ആളുകളാണെങ്കിൽ അവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ എന്തിനും തയ്യാറാണ്. ഏത് വർക്ക് പറഞ്ഞാലും തയ്യാറായിരിക്കും. അവർ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും. അതുപോലെ തന്നെ സാഹസങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ സാഹസങ്ങളെ ഇഷ്ടപ്പെടുകയും സാഹസം ചെയ്ത് തീർത്തിട്ട് അതിൻ്റെ സന്തോഷം ആസ്വദിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുപോലെ അവരുടെ പ്രത്യേകത മറ്റുള്ളവരെ വല്ലാതെ ഭയപ്പെടുകയോ ആരെയും കൂസാതെ ജീവിക്കാൻ പറയില്ലേ, ആ ഒരു ടൈപ്പായിരിക്കും. ആരോടും വലിയ കൂസലില്ലാതെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന രീതിയിൽ കുറച്ചുകൂടെ ബോൾഡായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഈ വിടർന്ന കാൽപാദങ്ങളുള്ള അല്ലെങ്കിൽ വിരലുകളുള്ള ആളുകൾക്ക്. അടുത്തത് 7ാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ശരിക്കും അത് ആ വിരൽ പോലെ തന്നെയാണ്. മീൻസ് തള്ളവിരൽ ഫാർ അവേ ഫ്രം ഓൾ അതേഴ്സ്. മറ്റ് 4 വിരൽ ഒരുമിച്ചിരിക്കുന്നുണ്ടാകും. തള്ളവിരൽ മാത്രം മാറി നിൽക്കുന്ന അത്തരം ആളുകളുണ്ട്. ആ ടൈപ്പ് ആളുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിലും അങ്ങനെ തന്നെയാണെന്ന് പറയാം. അവരുടെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ താല്പര്യമുള്ള, ഏകരായി നിൽക്കാൻ താല്പര്യമുള്ള അത്തരം ആളുകളായിരിക്കും തള്ളവിരൽ മറ്റു വിരലുമായിട്ട് ചേർന്ന് നിൽക്കാതെ മാറി നിൽക്കുന്ന ടൈപ്പ് ആളുകൾ എന്നാണ്. അവരുടെ മറ്റു 2 പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് നേരത്തെ മറ്റൊരു ഇതിൽ പറഞ്ഞതുപോലെ തന്നെ പരിധികളില്ലാത്ത യാത്ര ഇഷ്ടമാണ്. അതിൽ വല്ലാത്ത സന്തോഷം കണ്ടെത്തും. ആവശ്യത്തിനും അനാവശ്യത്തിനും യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു വല്ലാത്ത നെഗറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ. അവർക്ക് തർക്കം ഇഷ്ടമായിരിക്കും. എന്തെങ്കിലും ചെറിയ വിഷയത്തിൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അതിന് തർക്കിച്ച് ജയിക്കാൻ ഐ ആം ഓക്കെ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായി തർക്കിക്കുന്ന ടൈപ്പ് ആളുകളായിരിക്കും ഈ ഒരു വിരൽ മാത്രം, തള്ളവിരൽ മാത്രം, വലിയ വിരൽ മാത്രം സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾ. അടുത്തത് ഇൻക്ലൈൻഡ് ടൈപ്പ് എന്നാണ് പറയുക. ഇൻക്ലൈൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ തള്ളവിരലും തൊട്ടടുത്ത വിരലും ഒരുമിച്ച് നിൽക്കുകയും ബാക്കി 3 വിരലിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയും ചെയ്യും. ചിത്രത്തിൽ കാണിക്കുന്നു. അത്തരം ആളുകൾ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടെ തോട്ട്ഫുൾ ആയിരിക്കും. മാത്രമല്ല ഇൻഡിപെൻഡൻറ്റ് നേച്ചറിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും എന്നിട്ട് പരാജയത്തിലൂടെ പഠനം നടത്തുന്ന ആളുകൾ. പ്രത്യേകിച്ച് പഴയ ശാസ്ത്രജ്ഞന്മാരൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തോമസ് ആൽവ എഡിസൻ്റെ ഒക്കെ ഒരു നേച്ചർ കാണിക്കുന്ന ആളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര പരീക്ഷണങ്ങൾ നടത്തിയാലും അതിൽ തളർന്നു പോവാതെ അതിൽ നിന്നൊരു പുതിയ പാഠം ഉൾക്കൊണ്ടിട്ട് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങൾ നടത്തുന്ന, അത് ജീവിതത്തിൽ ഏത് അർത്ഥത്തിലാണെങ്കിലും, ശാസ്ത്രം തന്നെ ആവണമെന്നില്ല, ജീവിതം കൊണ്ടാണെങ്കിലും നമ്മൾ ഇന്നൊരു കാര്യം ചെയ്തു നോക്കുന്നു, അത് വിജയിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ചെയ്യുന്നു, മടുപ്പില്ലാതെ ഒരേ കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുകയും എന്നിട്ട് വിജയത്തിലെത്തുന്നത് വരെ പരിശ്രമിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ആളുകളാണ് ഈ ഇൻക്ലൈൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഇൻക്ലൈൻഡ് ടൈപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ അവർ ഭയങ്കര ശാന്തശീലരായിരിക്കും. അവർക്ക് ഒരുപാടൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതുപോലെ മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല. വളരെ ശാന്തരായിരിക്കും. ശാന്തം ഗംഭീരം. അവരുടെ നടത്തം പോലും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനത്തെ ടൈപ്പ് ഓരോരുത്തർ ഒന്ന് ശ്രമിച്ചു നോക്കുക. അവരുടെ ഈ ചെറുവിരൽ, ഏറ്റവും ചെറിയ വിരൽ, മറ്റ് വിരലുകൾ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കയ്യിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചൂണ്ടുവിരൽ മാത്രമേ എനിക്കിങ്ങനെ അനക്കാൻ പറ്റും, നടുവിരൽ മാത്രം അനക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആ കാലിൻ്റെ ചെറുവിരൽ മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന അത്തരം ആളുകൾ റെയറാണ്. അത്തരം ആളുകൾ അവരുടെ പ്രത്യേകിച്ചാൽ അവർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ നന്നായിട്ടുള്ള സെൽഫ് ഡ്രിവൺ ആയിരിക്കും. അവരാരും സഹായിക്കേണ്ട കാര്യമില്ല, ആരും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാതെ തന്നെ അവരുടെ കാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. അവർ നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എപ്പോഴും എനർജറ്റിക്കും എന്തൂസിയാസ്റ്റിക്കും ആയിരിക്കും. അവരെപ്പോഴും ഓടി കളിക്കുക, ചാടി കളിക്കുക, അങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് പോകുക, ആ കാര്യം ചെയ്യുക, ഈ കാര്യം ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ന്യൂ ഐഡിയാസ് കണ്ടെത്താനുള്ള ശ്രമവും നടത്തും. അങ്ങനെ പുതിയ ഐഡിയകൾ കണ്ടെത്തുന്ന എപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിരിക്കുന്ന ആളുകളായിരിക്കും ഈ ചെറുവിരൽ ചലിപ്പിക്കാൻ പറ്റുന്ന. കയ്യിൻ്റെ കാര്യമല്ല പറയുന്നത്, ഇവിടെ ആക്ഷൻ കാണിക്കുമ്പോൾ കൈയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 9 വിഭാഗം ആളുകളുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ ഗ്രീക്ക് ടോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റോമൻ ടോ എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്യാപ്പുള്ള ടോയും കൂടെ ഉണ്ടാവാം. സോ ഒന്നിലധികം ടൈപ്പ് ഒരു കാലിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ രണ്ടിൻ്റെയും ക്വാളിറ്റി കാണിക്കുന്നുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, വീട്ടുകാർ, കുടുംബക്കാരുടെയൊക്കെ കാലുകളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ നേച്ചർ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് ലൈഫിൽ പലപ്പോഴും ഉപകാരപ്പെടും. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സാധാരണ പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ചുവന്ന അക്ഷരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ, നല്ല വെറൈറ്റീസ് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി ഞാൻ ഓൾറെഡി ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് വാട്സപ്പിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കാണിക്കുന്നു. ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഐ വിൽ സെൻഡ് യു. ഞാൻ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT വ്ളോഗ്.